നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൊളക്കട്ട വേവിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് ഇതിന്റെ കൂട്ടിലോട്ട് ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് മൊത്തത്തിൽ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനിയിപ്പം ചക്കയുടെ സീസണാ. പഴുത്ത ചക്ക കൊണ്ട് വളരെ ടേസ്റ്റിയായ 2 റെസിപ്പികളാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഒന്ന് കഴിക്കാനും ഒന്ന് കുടിക്കാനും. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചും പുഡിങ് പോലെ കഴിക്കാനും പറ്റും. അപ്പൊ പിന്നെ നമുക്കത് തയ്യാറാക്കുന്നതൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പി വെച്ച് 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസ് മാവിട്ട് കൊടുക്കാം. മാവിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. അത് നമ്മൾ ഉറട്ടിക്കൊക്കെ അരി ഉറട്ടി എന്നൊക്കെ പറയുമല്ലോ, അരി ഉറട്ടിയൊക്കെ ഇളക്കുന്ന കണക്ക് ഇതൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 2 ഗ്ലാസ്സിന് വെള്ളത്തിന് 2 ഗ്ലാസ് അരിമാവാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. ചൂട് ഇച്ചിരി ഒന്ന് ആറുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചക്കയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ചക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇത് മൊത്തം ഒന്ന് അരിഞ്ഞെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ചൊന്ന് ആറിയിരിക്കും. അപ്പം നമുക്കതൊന്ന് പേഞ്ഞെടുക്കാം. എത്രയും പൊടിയായിട്ട് അരിയാവോ അത്രയും പൊടിയായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മാവ് ചെറുതായിട്ടൊന്ന് ചൂടാറി കാണും, ഒരുപാട് ആറണ്ട. ഇനി നമുക്ക് ആ മാവ് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് പേഞ്ഞെടുക്കാം. ചൂടുണ്ട്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് തൊട്ട് കൊടുത്ത് ഇതുപോലെ പേഞ്ഞ് ഉരുട്ടി നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ശരിയാക്കാനുള്ളത്, നമ്മൾ കൊളക്കട്ടയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കി ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെള്ളം തൊട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കൈയെല്ലാം മാവെല്ലാം കൂടെ ഒട്ടും. ഈ മാവെല്ലാം നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് ചക്കയുടെ പണി തുടങ്ങണം. അപ്പൊ ഇതെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കണം. അടുപ്പിൽ വെച്ച് കൊടുത്ത് നമുക്ക് കുറച്ച് നെയ്യ്, ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കയെല്ലാം കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വാടിപ്പോവണ്ട, കുറച്ചൊന്ന് വാടുമ്പോഴത്തേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങ ഞാൻ തിരികിയതെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് കൊളക്കട്ടയാണ്. കൊളക്കട്ടയ്ക്ക് ഇത്രയും ചക്കയൊന്നും വേണ്ട. നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്താണ് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നത്. അത് നമുക്ക് വഴിയേ കാണാം. ഇതൊന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ചക്കയ്ക്ക് ഒരു മധുരം ഉള്ളതാ, അതനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാരയും മധുരമൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇതിനിപ്പോൾ ഒരുപാടങ്ങ് ഇട്ട് വാട്ടണ്ട. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരു പൊടിയോളം ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്കിത് ഇറക്കാൻ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടെല്ലാം നമ്മൾ ഇതിലോ ഓരോന്നിലും നമുക്ക് വെച്ച് കൊടുക്കാം. കുറേശ്ശെ എല്ലാത്തിലും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒരുമിച്ച് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതെല്ലാം നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ഇഡലി പാത്രം, ഇതൊന്ന് ആവിയേറ്റി പുഴുങ്ങിയെടുക്കണമല്ലോ, അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ പറക്കി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. വെച്ചൊന്ന് അടച്ചു കൊടുത്ത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന ചക്കക്കൂട്ടിരിപ്പുണ്ട്. അത് നമ്മൾ കുറച്ച് ചക്ക അല്ലാതെയും കൂടെ കുറച്ചും കൂടെ ഇവിടെ ഇരുന്ന് അതും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുത്ത് മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കയ്ക്കൊരു മധുരം ഉണ്ടായിരുന്നു, കുറച്ച് പഞ്ചസാര നേരത്തെ ഇട്ടായിരുന്നു, എങ്കിലും അത് തികയത്തില്ല. കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മധുരത്തിന് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഞാൻ കുറുവി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂണ്. അത് കൂവപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ കോൺഫ്ലവർ പൊടി എടുത്താൽ മതി. കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ മൈദാമാവായാലും മതി. കുറച്ച് ഞാൻ 1 സ്പൂണേ എടുത്തോളൂ. അതും കൂടെ ഒന്ന് ഇച്ചിരി വെള്ളത്തിനകത്തോട്ടൊന്ന് കലക്കി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കും. ഇനി ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കൊളക്കട്ട വേവിച്ചിട്ട് നമ്മൾ ഇതിന് 5-6 പീസാക്കണം.
5-6 പീസാക്കി, ഓരോന്നും 5-6 പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കഴിക്കാനും നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ കഴിച്ച് ഇത് കുടിക്കാനും നല്ലതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു പാത്രത്തിലിട്ട് 5-6 കട്ട് ചെയ്ത് വേറൊരു പാത്രത്തിനകത്തിട്ടിട്ട് അതിൻ്റെ മേളിലോട്ട് ഇതും കൂടെ അങ്ങോട്ട് ഒഴിച്ച് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ചാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇച്ചിരി മണത്തിന് വേണ്ടി ഇതിനകത്ത് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടൊന്ന് മാറ്റി വെക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.